മൺതരി തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോമനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി തന്നുറവേ. ഹരിത മനോഹര വിദ്യാലയമേ, നിറയൂ, നിറയൂ, നിറയൂ. കൈറ്റ് ഹരിത വിദ്യാലയം 4.0. നമസ്കാരം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ മികവുകൾ പങ്കുവയ്ക്കുന്ന വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ കൈറ്റ് ഹരിത വിദ്യാലയം 4.0യിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിറസ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം GLPS മീനങ്ങാടി. പറയാൻ ഏറെ വിശേഷങ്ങളുമായാണ് നമ്മുടെ അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരോട് സ്നേഹ സംവാദം നടത്തുന്ന പ്രിയ മെന്റേഴ്സിനെ പരിചയപ്പെടാം. ഡോക്ടർ നാരായണനുണ്ണി, ശ്രീമതി സ്വപ്ന ജെ നായർ, ഡോക്ടർ നിഷാദേ. പ്രിയ മെന്റേഴ്സിന് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം. അവധിക്കാലത്തിന്റെ നിറവോടെ ആർത്തുല്ലസിച്ച് കൈറ്റ് വിക്ടേഴ്സിന്റെ ഈ ഒരു ക്യാമ്പസ് സന്ദർശിച്ച നമ്മുടെ കുട്ടിക്കൂട്ടത്തിന്റെ സന്തോഷ കാഴ്ചകൾ കാണാം. കണ്ടെത്തുന്ന നേരത്തിൽ എന്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കാരപ്പുള്ളന്റെ അമ്മ മുന്നായി നെല്ലും പറിച്ചോണ്ട് വന്നേ. അങ്കിടി എന്നുള്ളത് മീനങ്കിടിയായി, പിന്നീട് അത് മീനങ്ങാടിയായി മാറി. ഹായ്, എന്തായി കാണുന്നേ? ചിത്ര എന്തായിരുന്നു അവിടെ? മണ്ണിന്റെ ശബ്ദം കേട്ടോ? ചെവി വെച്ച് കിടന്നത് ചിത്രക്കുട്ടിയല്ലേ കിടന്നത്? എന്താ കേട്ടെ? എന്നിട്ട് ഞങ്ങൾ സ്കാച്ച് കളിക്കായിരുന്നു. സ്റ്റാച്ചു കളിക്കായിരുന്നു. അതെങ്ങനെയാ കളിക്കുന്നേ? അത് ഒരാൾ എന്തെങ്കിലും ഓക്കെ അത് പറഞ്ഞാ പിന്നെ ഉണ്ടാൻ പാടില്ല. എന്നെ അനങ്ങരുത്. അതെ. സ്റ്റാച്ചു എന്ന് പറഞ്ഞപ്പോ സ്റ്റാച്ചു പറഞ്ഞ അനങ്ങരുത്. അനങ്ങിയാലോ ഔട്ടാവും അല്ലേ? ഔട്ടാവും. ഓക്കെ. അപ്പൊ കടക്കണെങ്കിൽ അവിടെ കിടക്കണം. കിടക്കുകയാണെങ്കിൽ അവിടെ കിടക്കണം, അനങ്ങി ഔട്ടാവും. അപ്പൊ മണ്ണിൽ ആ എന്താണ് നിലത്തൊക്കെ കടന്നിരുന്നല്ലോ. അപ്പൊ മേല് ചളിയായോ? ഇല്ല, അത് എന്താ അതിങ്ങനെ വീണിട്ട് വീണ് പോയിട്ട് കിടന്നതാ. അതെ. അപ്പൊ വീണ് പോയതാണ്. അല്ലാണ്ട് കരുതി കൂട്ടി കിടന്നതല്ല. എല്ലാവരും കിടന്നു തോന്നുന്നു അല്ലേ? പുല്ലില് ഇഷ്ടായോ? ഇവിടെയാണോ ഇഷ്ടായത് നിങ്ങളുടെ സ്കൂളിനേക്കാളും? നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ പച്ചപ്പൊന്നുമില്ലേ, പുല്ലൊന്നുമില്ലേ? എവിടെയാ നിങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞേ? മീനങ്ങാടി. മീനങ്ങാടി എവിടെയാന്ന് പറയേ? വയനാട് ജില്ലയിൽ നിന്നാണ് അല്ലേ? അവിടെ നല്ല പച്ചപ്പൊക്കെയുള്ള ഹരിതാപയൊക്കെയുള്ള സ്ഥലമല്ലേ? അവിടെയുണ്ട് അല്ലേ പുല്ലുകൾ അല്ലെ? പുല്ലുണ്ട്. പിന്നെ നല്ല രസമാണ് അവിടെ വയനാടൊക്കെ കാണാൻ, നിങ്ങളുടെ സ്കൂളൊക്കെ കാണാൻ അല്ലേ? എങ്ങനെയാ വന്നേ ഇങ്ങോട്ട്? ബസ്സിലാ വന്നേ എല്ലാരും കൂടെ? ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഒക്കെ പാരന്റ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ HM സാർ ഉണ്ടായിരുന്നു. പിന്നെ എന്താ അത്രയും നേരം ബസ്സിലിരുന്ന് ചെയ്ത്? ഞങ്ങള് കൊറേ ആഘോഷിച്ചോ? എങ്ങനെ? ഞങ്ങൾക്ക് ഈ ഒരു ഹരിത വിദ്യാലയത്തിലേക്ക് സെലക്ഷൻ കിട്ടിയില്ലേ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഒക്കെ ബസ്സിലുണ്ടായോ? മനസ്സിൽ ഇവിടെ വരുന്നത് മാത്രല്ല, സെലക്ഷൻ കിട്ടുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. ഓ മൈ ഗോഡ്, വെരി ഗുഡ്. അല്ല, നിങ്ങൾ ബസ്സിലേ സിനിമ കണ്ടു. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാ കണ്ടത്? ഓരോരുത്തർ പറയും. ആദ്യം കണ്ട സ്ഥലം ഏതാ? നിങ്ങളുടെ മീനങ്ങാടിയിൽ നിന്ന് പോന്നപ്പോ? മീനങ്ങാടിന്ന് ചുരം ഇറങ്ങിയോ? ചുരം ഇറങ്ങിയായിരുന്നു. ചുരം ഇറങ്ങി. ഓക്കെ. പിന്നെ ഏതാ കണ്ട സ്ഥലം? പിന്നെ ഞങ്ങള് വൈത്തിരി പാർക്ക് കേറിയോ? കേറിയില്ല, കണ്ടു. പിന്നെ കേറാൻ വേണ്ടി ലിസ്റ്റ് ചെയ്ത് വെച്ചല്ലേ? തിരിച്ചു പോകുമ്പോ കോഴിക്കോട് കണ്ടു. അങ്ങനെ കുറെ സ്ഥലങ്ങൾ കണ്ടു പോന്നു അല്ലേ? എന്താ ഇങ്ങോട്ട് പോന്നേന്നാണ് ഇനി ചോദിക്കേണ്ടത് അല്ലേ? ഇനി എന്തിനാ അങ്ങോട്ട് പോന്നേ? ഹരിത വിദ്യാലയത്തിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെയുള്ളതെന്ന്. അത് വീഡിയോ ഒക്കെ ആക്കി നിങ്ങൾ കൊടുത്തുണ്ടോ?
അപ്പൊ നമുക്കത് കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്കൂളിനെ പറ്റി കുറച്ച് പറയണം. പറയോ? നന്നായി പറയോ? എല്ലാവരും ഉഷാറായിട്ട് പറയോ? ശരി, നമുക്ക് കാണാം. ഹരിതാപമായ വയനാട്ടിലെ മിനങ്ങാടി എന്ന കൊച്ചു ഗ്രാമം ഈ പ്രദേശത്തിന് തിലകക്കുറിയായി. ഞങ്ങളുടെ വിദ്യാലയം മിനങ്ങാടി ഗവൺമെന്റ് LP സ്കൂൾ. 105 വർഷങ്ങൾ പിന്നിടുന്ന ഈ വിദ്യാലയം മികവുകളുടെ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. നേരനുഭവങ്ങളിലൂടെ വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങൾ കോർത്തിണക്കി ഇവിടെ പഠനം രസകരമാക്കുന്നു. കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കുന്നതിനായി വായനാ വണ്ടി, വായനാക്കൂട്, വായിക്കാമിത്തിരി നേരം, സമൂഹ വായന, അമ്മ വായന, കുട്ടി ടീച്ചർ, കണ്ണാടി എന്നീ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ കുട്ടിത്തപ്പാൽ, വിദ്യാവാണി സ്കൂൾ റേഡിയോ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും മികവിലേക്ക് ഉയരുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടു തന്നെ സ്കൂളിൽ നടത്തിവരുന്നു. വിരസതയൊട്ടുമില്ലാതെ കുട്ടികളെ പഠന പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി ക്ലാസ് റൂം ആസ് എ ലാബ് എന്ന ആശയം ഫലപ്രദമായി നടപ്പിലാക്കി. പെൻ ബൂത്ത്, പിറന്നാൾ സമ്മാനങ്ങൾ, മുണ്ടക്കൈ ദുരിതബാധിതർക്ക് കൈത്താങ്ങ് എന്ന നിലയിൽ സ്നേഹക്കുപ്പായം, വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ, ശില്പശാലകൾ, പഠന പ്രവർത്തനങ്ങൾ, പഠനയാത്രകൾ, ഫീൽഡ് ട്രിപ്പുകൾ എന്നിവ കുട്ടികൾക്ക് മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും പഠനോപകരണ നിർമ്മാണ ശില്പശാലകൾ, കുട്ടിയോടൊപ്പം ഒരു ദിവസം പോലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടന്നുവരുന്നു. രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നുള്ള കൂട്ടായ്മയാണ് ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ വിജയരഹസ്യം. ബുക്ക് ബൈൻഡിംഗ്, പേപ്പർ തൊപ്പി നിർമ്മാണം, സോപ്പ് നിർമ്മാണം മുതലായ പ്രകൃതി സൗഹാർദ്ദ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ വിദ്യാലയത്തിൽ സജീവമാണ്. കുട്ടികളിൽ കലാപഠനം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാടൻ പാട്ട്, ചിത്രകല എന്നിവയുമായി ബന്ധപ്പെട്ട് ശില്പശാലകൾ നടത്തിവരുന്നു. കുട്ടികളുടെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ട് അബാക്കസ്, ഫുട്ബോൾ, കരാട്ടെ മുതലായ വിവിധ ഇനങ്ങളിൽ പരിശീലനം നൽകി വരുന്നു. ഇംഗ്ലീഷ് ക്ലബ്ബ്, ക്രിയേറ്റീവ് ക്ലബ്ബ്, എനർജി ക്ലബ്ബ്, പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളുമായി ശാസ്ത്ര ക്ലബ്ബ്, ഗണിത ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ്, സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, അറബിക് ക്ലബ്ബ് എന്നിങ്ങനെ വിവിധ ക്ലബ്ബുകളും വിദ്യാലയത്തിൽ സജീവമാണ്. പ്രീ പ്രൈമറിയും ഞങ്ങളുടെ ചിത്രശലഭങ്ങൾക്ക് പാറിപ്പറക്കാനുള്ള വർണ്ണക്കൂടാരവും വിദ്യാലയത്തെ ആകർഷകമാക്കുന്നു. അധ്യാപകർ, PTA, MPTA, SMC, SSG എന്നിവരുടെ സഹകരണത്തോടെ ഞങ്ങൾ ചൈത്രയാത്ര തുടരുന്നു. അടിപൊളി സ്കൂളാണല്ലോ നിങ്ങളുടെ. എന്താ കാണുന്നത്? എന്തൊക്കെ പരിപാടികളാ അവിടെ? അടിപൊളി സ്കൂളാണല്ലോ. അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട് അല്ലേ? സ്കൂളൊന്ന് കാണാൻ തന്നെ തോന്നുന്നുണ്ട്. നേരിട്ട് വീഡിയോയിലൂടെ കണ്ടു. വീഡിയോയിൽ ഇത്ര ഭംഗിയാണെങ്കിൽ നിങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ആ സ്കൂള് നല്ല രസമായിരിക്കും അല്ലേ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കണേ? ഇതിലെല്ലാ കുട്ടികളും ഉണ്ട്, ഒരുപോലെ പങ്കെടുക്കും അല്ലേ എല്ലാവരും? ആരാ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ടീച്ചേഴ്സ് പറയും, നിങ്ങൾ ചെയ്യോ? അത്രേ ഉള്ളോ ചിത്രകുട്ടി? അല്ല. പിന്നെ ഇപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ വായനാ വണ്ടി, വായനാക്കൂട്, ഇതൊക്കെ വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. എന്തിനാ ഈ വായിക്കണേ? എന്തിനാ? നമുക്ക് അക്ഷരങ്ങളും പിന്നെ ഈ വായനയിലൂടെ നമുക്ക് ഈ ചിത്രപുസ്തകങ്ങളിലൊക്കെ നമുക്ക് കുറെ വാക്കുകൾ കണ്ടെത്താനും പിന്നെ അതിൽ ഈ മലയാളം വേർഡ്സ് കൂട്ടിച്ചേർത്ത് വായിക്കാനും ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ. മലയാളം ഭാഷയിൽ മാത്രമേ വായിക്കുള്ളൂ? അല്ല, ഇംഗ്ലീഷും അങ്ങനെയല്ല. ഇംഗ്ലീഷും പിന്നെ വായന എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ലല്ലോ. അല്ല അല്ലേ? എല്ലാ ഭാഷകളും അല്ലേ? കുറെ ഭാഷകൾ പഠിക്കണം നമ്മളല്ലേ? ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ വായനക്കൂടും വായന വണ്ടി എല്ലാം നമ്മുടെ വായന വളരാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഇംഗ്ലീഷ് വായിക്കാറുണ്ടോ? ഇംഗ്ലീഷ് വായിക്കാറുണ്ടോ? നിങ്ങൾ പാഠപുസ്തകം വായിക്കാറുണ്ടോ? പാഠപുസ്തകത്തിൽ നല്ല നല്ല കഥകളുണ്ടോ? ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഉണ്ടോ? അതിലൊരു പെൺകുട്ടിയുടെ കഥ ഉണ്ടല്ലോ, ഒരു നല്ല ധൈര്യം കാണിച്ച ദിൽന. എന്താ കഥ മാഷ്ക്കൊന്ന് പറഞ്ഞ? ആ കഥ ഒരു ദിവസം ദിൽനയും അവളുടെ അനിയനും കൂടെ കളിക്കുകയായിരുന്നു. അപ്പോ
മഴക്കാറ് വന്നു. ഓ ഡിൽനയും അവളുടെ അനിയനും ആ വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറി. ഓ എന്നിട്ട് ഈ അമ്മാന്ന് വിളിച്ചു. അമ്മ എവിടെ? അമ്മേനെ കണ്ടില്ല അവിടെ. ഓ അമ്മാന്ന് വിളിച്ചു. എന്നിട്ട് ഇവര് ലിവിംഗ് റൂമിലേക്ക് പോയി. ആ അപ്പൊ അവിടെ അമ്മ ബോധം കെട്ട് കിടക്കുന്നതാണ് ഓ കണ്ടത്. അമ്മ വയ്യാതെ കിടക്കുക അല്ലേ? വയ്യാണ്ടല്ല, ബോധം ബോധം കെട്ട്. കെട്ട് കിടക്കാണ്. ആ എന്നിട്ട് എന്താ ചെയ്തപ്പോ വേഗം? അപ്പോ ഡില്ല വേഗം അമ്മേനോട് എണീക്കാൻ പറഞ്ഞു. ഓ എണീറ്റില്ല അമ്മ. ബോധം കെട്ട ആള് പിന്നെ എണീക്കില്ലല്ലോ. ആ ആ എന്നിട്ട് ഡിൽന ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സിനെ വിളിച്ചു പെട്ടെന്ന്. എമർജൻസിയിൽ ഫയർഫോഴ്സിനെ വിളിക്കണം തോന്നി ദിലിനക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ ഡിൽന ഫോൺ എടുത്തപ്പോ ഒരു ലേഡി ഓഫീസറാണ് കോൾ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് അവരുടേക്ക് വേഗം 2 ഫയർമെൻ വന്നു. അപ്പോ അവര് ഡിൽനന്റെ അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അപ്പൊ ദിലിനക്ക് നല്ല ധൈര്യം ഉണ്ടായി അപ്പൊ നേരിട്ട് വിളിക്കാം അല്ലേ? അല്ലാണ്ട് പേടിച്ച് നിന്നില്ല. പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കാനുള്ള നമ്പർ എവിടുന്നാ? അപ്പൊ അതൊക്കെ ഉണ്ടോ? നമ്പറൊക്കെ എവിടുന്ന? ദിൽനന്റെ മുത്തശ്ശി അവൾക്ക് നമ്പർ പറഞ്ഞു കൊടുത്തു. ഓ അങ്ങനെ മുത്തശ്ശി സഹായിച്ചു. മുത്തശ്ശിക്ക് അറിയാം. നിങ്ങൾക്ക് അറിയോ ഫയർഫോഴ്സിന്റെ നമ്പർ അറിയോ? 101. ശരി ഓക്കെ ശരി. അപ്പൊ എന്താ കഥയുടെ പേരെന്താ? അപ്പൊ പാടത്തിന്റെ ബിയോണ്ട് ഫിയർ. ബിയോണ്ട് ഫിയർ. പേടില്ലാതെ ധൈര്യമായിട്ട് അല്ലേ? എല്ലാരും വായിക്കും അല്ലേ? അന്നൊരു കാര്യം അവളുടെ അനിയനായ ഐസക്കിന് അവള് ഈ കാര്യങ്ങളൊക്കെ അവളുടെ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തത് കൊടുത്ത ഫസ്റ്റ് എയ്ഡ് എന്താന്ന് അറിയോ? അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അല്ലെ കഥയില്? ശരി, എല്ലാരും വായിക്കും അല്ലെ? അപ്പൊ അതില് വീഡിയോയിൽ കണ്ടത് അമ്മ വായന അങ്ങനെയൊക്കെ കേട്ടു. എന്താ ഈ അമ്മ വായന? എന്താ? 1-2 ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ അമ്മമാർ വീട്ടിൽ നിന്ന് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും. അത് വീഡിയോ ആക്കി ഹലോ റേഡിയോയിലൂടെ കേൾപ്പിക്കും. എവിടെ ഹലോ റേഡിയോ ഉള്ളത്? ഞങ്ങളുടെ ഓഫീസിൽ. നിങ്ങളുടെ സ്കൂളിലുണ്ട് അല്ലെ റേഡിയോ? സ്കൂളിൽ റേഡിയോ ഉണ്ട്. ആ റേഡിയോയില് ഈ കഥ വായിക്കുന്ന ആരെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ടോ? റേഡിയോയില് കഥ പറയുന്ന, റേഡിയോ വഴി കഥ പറയുന്ന ചിത്രകുട്ടി പറയൂല്ലേ? ശരി, ഒരു ചെറിയ കുഞ്ഞു കഥ പറയാവോ പെട്ടെന്ന്? സൂത്രനും ഷേരും, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത്. അത് ഒരു ജംഗിൾ ബുക്കാണ്. ആ ജംഗിൾ ബുക്കില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം സൂത്രനായിരുന്നു. എങ്ങനെ വായിക്കാതെ? അത് വായിക്കുന്ന സ്റ്റൈൽ ഒന്ന് കേക്കട്ടെ. റേഡിയോയിൽ വായിക്കുന്ന സ്റ്റൈല് എന്ന് വെച്ചാ ഓർമ്മ ഉണ്ടാവില്ലേ? കഥ ഓർമ്മയില്ലേ ഇപ്പൊ വായിക്കാൻ? നമുക്കൊരു കുറച്ച് മതി, 2-3 വരി മതി. ഒരു ദിവസം സൂത്രൻ ഒരു പോത്തിനെ കണ്ടു. അപ്പൊ പോത്ത് വായിക്കണം. റേഡിയോയിൽ നമ്മൾ കഥ കേൾക്കില്ലേ? അതേപോലെ പറയാം. ഇങ്ങനെ തന്നെയാണോ പറയാ? ഞങ്ങൾ റേഡിയോ കേട്ടിരിക്കുകയാണ്. അടുത്തതായി ദിൽനയുടെ കഥ കേൾക്കാം. ഒരു ദിവസം സൂത്രൻ വഴിയരികെ ഒരു പോത്തിനെ കണ്ടു. പോത്തിനെ കണ്ടതോടെ ആ പോത്ത് വളരെ വിഷമത്തിലായിരുന്നു. സൂത്രൻ പുൽമേടിൽ ഒളിച്ചു നിന്നിട്ട് തലക്കിട്ട് ഒരു കല്ലെറിഞ്ഞു. അത് പോത്തിന് ദേഷ്യം പിടിച്ചിട്ട് പോത്ത് ചെന്ന് സൂത്രനിട്ട് ഒരു മൂക്കിനിട്ട് ഒരു ഇടിയും കൊടുത്തു. ശരി വന്ന് നോക്കുമ്പോ സൂത്രൻ കിടക്കുന്ന കണ്ടു. നന്നായി വായിക്കണ്ടേട്ടാ. വായിക്കുമ്പോഴേ ഞങ്ങൾ ഈ പോത്തിനെ കാണുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് വായിച്ചു. ഇത് വീഡിയോ ആണോ അതോ ശബ്ദം മാത്രമേ ഉള്ളൂ? റേഡിയോയിലാണ് ശബ്ദം മതി. എന്നാ തന്നെ ഞങ്ങൾക്ക് നമ്മളിപ്പോ നേരിട്ട് ഇവിടെ ചിത്രക്കുട്ടിനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ മുഖത്തോ ഇരിഞ്ഞ ഭാവങ്ങൾ കണ്ടോ? നല്ല രസമായിട്ട് ശബ്ദത്തിലും വരും. അതന്നെ ശബ്ദം നല്ല മോഡുലേറ്റ് ചെയ്തിട്ട് അല്ലെ? ഇതുപോലെ ഇംഗ്ലീഷിലൊരു കഥ ആരെങ്കിലും വായിക്കോ? ഇംഗ്ലീഷിലല്ല, മലയാളത്തില് ഞാന് അസംബ്ലിയില് ഒരു പുസ്തക പരിചയം നടത്തിയിട്ടുണ്ട്. പുസ്തക പരിചയോ? കേക്കട്ടെ. അതിന്റെ പുസ്തകത്തിന്റെ പേര് പാത്തുമ്മയുടെ ആട് എന്നാണ്. ഇത് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ എഴുതി അതൊരു നോവലാക്കി എടുത്തത്. സഹോദരിയുടെ ആടാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. ബഷീറിന്റെ ഉമ്മ സഹോദരങ്ങളാണ് ഇതിലെ കഥാപാത്രങ്ങള്. വളരെ ഇങ്ങനെ പറഞ്ഞാൽ അതിലെ പുസ്തകം പരിചയപ്പെടുത്തുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതുപോലെ അതല്ല, പുസ്തക പരിചയം എന്താണ് വായിക്കുകയാണേ. അപ്പൊ നന്നായി പുസ്തക പരിചയം ശരി. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ എന്താ കുട്ടി തപാൽ അല്ലേ? അതെന്താ? കൂട്ടുകാർക്ക് കത്തും ആശംസാ കാർഡുകളും എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു
കുട്ടിത്തപാലാണ്. അതല്ലേ, അപ്പൊ ഈ കത്തെഴുതണം അല്ലേ? കത്തെഴുതുമ്പോ കൂട്ടുകാരനെ എങ്ങനെ കൊടുക്കും അത്? അത് ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകാരായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിലുള്ളവരിൽ 2 കുട്ടികൾ പോസ്റ്റ്മാൻമാരായി രാവിലെ അവർക്ക് കത്ത് കൊടുക്കും. കാശിക്കുട്ടൻ പോസ്റ്റ്മാൻ ആയിട്ടുണ്ടോ? പോസ്റ്റ്മാൻ ആയിട്ടുണ്ട്? ഇല്ല, ആയിട്ടില്ല. പോസ്റ്റ്മാൻ ആയിട്ടുള്ള ആരാ ഉള്ളേ? അപ്പൊ എന്താ ജോലി, എന്താ പോസ്റ്റ്മാന്റെ ജോലി എന്താ? പോസ്റ്റ്മാൻ രാവിലെ എത്തും, എന്നിട്ട് തപാൽ പെട്ടി പോയി തുറക്കും. പോസ്റ്റ് ബോക്സിൽ തപാൽ പെട്ടി പോയി തുറക്കും. എന്നിട്ട് അതില് കത്തെടുത്തിട്ട് ഫ്രമും ടൂവും നോക്കും. അതെന്താ ഈ ഫ്രമും ടൂവും? ഫ്രം നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ് അല്ലേ? ടൂ പറയുമ്പോ നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ അഡ്രസ്സ്. അങ്ങനെ 2 നോക്കി നമ്മൾ അതാത് ക്ലാസ്സിൽ കൊണ്ട് കൊടുക്കും അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും അഡ്രസ്? എങ്ങനെയായിരിക്കും? പേരുണ്ടാവും അല്ലേ? പിന്നെ ക്ലാസ്സും ഉണ്ടാവും. ക്ലാസ് അത്ര എഴുതിയാ മതിയോ? നിങ്ങളുടെ സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് അത് മതി അല്ലേ? ഇങ്ങനെയാണോ? അപ്പൊ പുറത്തേക്ക് വേറെ ഒരു സ്ഥലത്തുള്ള ആൾക്ക് കത്ത് എഴുതുമ്പോഴോ? അല്ല, ഞങ്ങൾ സ്കൂളിൽ തന്നെയാ. അങ്ങനെ പുറത്തുള്ള ഒരാൾക്ക് കത്ത് എഴുതുമ്പോ എങ്ങനെ എഴുതണം? അങ്ങനെ തന്നെ എഴുതിയാ മതി? ആളുടെ പേര് മാത്രം എഴുതിയാ മതിയോ? പേര്, പിന്നെ സ്ഥലം, പിന്നെ അയാളുടെ ശരിക്കുള്ള എന്താ വീട്ടുപേര്. ഓക്കെ, വീട്ടുപേര്. പിന്നെ മോള് പറഞ്ഞ പോലെ സ്ഥലം വേണം. ഫുൾ അഡ്രസ്. ഫുൾ അഡ്രസ്. ആ അഡ്രസ്സിൽ എന്തൊക്കെ വരുന്ന ഞാൻ ചോദിച്ചേ? അഡ്രസ്സില് പഠിക്കണ്ടേ, നമുക്ക് കത്ത് എഴുതണ്ടേ? പേര്, വീട്ടുപേര്, സ്ഥലം, പിന്നെ ജില്ല അല്ലെ? ഇനി വേറെ സംസ്ഥാനത്താണെങ്കിൽ നമുക്ക് സംസ്ഥാനം എഴുതണം. പിന്നെ ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. ഇരുന്നോ. പോസ്റ്റ് നമ്പർ. അതിനൊരു പേരുണ്ട് അല്ലേ? പിൻകോഡ്. പിന്നമ്പർ. ശരി, എന്നാ നിങ്ങളുടെ അവിടുത്തെ പിൻകോഡ് എത്രയാ? 673591. വെരി ഗുഡ്. അതിനൊരു സ്പെഷ്യൽ കയ്യടി ഉണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ പോസ്റ്റ്മാൻ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ, അല്ലെങ്കിൽ പോസ്റ്റ് വുമൺ ഇല്ലേ? പണ്ട് ഇതിന് പകരം കിളികളൊക്കെ പോയതറിയോ നിങ്ങൾക്ക്? കത്തും കൊണ്ട് കഥകളിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. കാലില് തൂക്കി പറന്ന. യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു. യുദ്ധത്തിലൊക്കെ രഹസ്യ സന്ദേശം വിടാൻ ഈ പോസ്റ്റ്മാന്റെ പണി ആരെടുത്തായിരുന്നു? കിളികളൊക്കെ എടുത്തായിരുന്നു. ഇപ്പൊ ആരാ എടുക്കണം ഈ പോസ്റ്റ്മാന്റെ പണി? എല്ലാ കത്തും ഇങ്ങനെ കൊണ്ടേ കൊടുക്കുകയാണോ? ഇപ്പൊ ആളിങ്ങനെ കൊണ്ടേ കൊടുക്കണ കത്തന്നെ ഉള്ളൂ, അല്ലാത്ത വല്ല കത്തുകളും ഉണ്ടോ? കത്ത് മാത്രല്ല, ആശംസ കാർഡുകളൊക്കെ. അല്ല, ആശംസ കാർഡുകളൊക്കെ ഇപ്പോ കത്തൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കൊണ്ടേ കൊടുക്കണോ, അതോ നിങ്ങളുടെ സ്കൂളിൽ അതാ മോൾക്ക് എന്തോ ബുദ്ധി തോന്നുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് മനസ്സിലായില്ല. അതായത് കത്തേ ഇപ്പൊ നമ്മൾ കത്ത് കൊണ്ടേ ഇടും, ആ കത്ത് എഴുതിയത് അവർക്ക് കൊണ്ടേ കൊടുക്കും, ആളുകൾ കൊണ്ടേ കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു പണ്ട് കിളികളൊക്കെ കൊണ്ടേ കൊടുത്തിരുന്നു പറഞ്ഞു. ഇപ്പൊ ആളുകളും കിളികളും അല്ലാതെ വേറെ എന്തെങ്കിലും കത്ത് കൊണ്ടേ കൊടുക്കുന്നുണ്ടോ? മാർഗമുണ്ടോ? വഴിയുണ്ടോ? ഒരു വിവരം ദൂരെയുള്ള ഒരാളെ അറിയിക്കാൻ എന്താ? നിങ്ങളുടെ സ്കൂളിൽ കമ്പ്യൂട്ടറും ഇതൊക്കെ ഉണ്ടോ? ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയാൻ എങ്ങനെയാ? ഹാപ്പി മൈക്കിലൂടെ പറയാം. അതല്ല, മൈക്കിലൂടെ എന്ന് പറഞ്ഞാൽ മൈക്കുള്ള സ്ഥലത്തല്ലേ കേൾക്കുള്ളൂ. മീനങ്ങാടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കും. ഹാപ്പി പറയാറുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പണ്ട് കിളികളായിരുന്നു, പിന്നെ മനുഷ്യരായി, ഇപ്പൊ അത് മെഷീനുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, യന്ത്രങ്ങളൊക്കെ. അതില്ലേ ഫോണിലയക്കില്ലേ, മെയിലയക്കില്ലേ നമ്മളിപ്പോ? അതിന് ഇങ്ങനെ ആള് കൊണ്ടേ കൊടുക്കണോ? വേണ്ട അല്ലേ? ശരി, ഓക്കെ. നമുക്ക് ഇനി അവിടുന്ന് ഇങ്ങോട്ട് മെല്ലേ. നിങ്ങളുടെ സ്കൂളിൽ നല്ല അബാക്കസ് ഒക്കെ ഇല്ലേ, ഗണിത ലാബൊക്കെ ഇല്ലേ? അപ്പൊ നമുക്ക് ഇനി ഭാഷയിൽ നിന്ന് കണക്കിലേക്ക് പോരല്ലേ? അപ്പൊ ഗണിത ലാബാണേ. ഗണിത ലാബിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ പരീക്ഷണം തരികയാണേ. 6 ക്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ്, വെള്ളം നിറയ്ക്കണ ഗ്ലാസ് ഒരു മേശയുമ്പോൾ 6 എണ്ണം വെച്ചിട്ടുണ്ട്. കിട്ടിയോ? ചിത്രം കിട്ടിയോ? ഒരു മേശയുമ്പോൾ 6 ഗ്ലാസ്. അതിൽ ആദ്യത്തെ 3 ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അടുത്ത 3 ഗ്ലാസ്സിൽ വെള്ളമില്ല. ചിത്രം കിട്ടിയോ? അപ്പോൾ ഒരു മേശയുമ്പോൾ 6 ഗ്ലാസ്. ആദ്യത്തെ 3 ഗ്ലാസ്സിൽ വെള്ളം, അടുത്ത 3 ഗ്ലാസ്സിൽ എന്തില്ല? വെള്ളമില്ല. ഒരു ഗ്ലാസ് നിങ്ങൾക്ക് എടുക്കാം. അതിലത്തെ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് എടുക്കാം. ഏത് ഗ്ലാസ് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആ ഗ്ലാസ്സിൽ ഇപ്പോൾ 3 എണ്ണത്തിൽ തുടർച്ചയായിട്ട് വെള്ളമല്ലേ? ഒരു ഗ്ലാസ്സിൽ വെള്ളം, ഒരു ഗ്ലാസ്സിൽ വെള്ളമില്ല, ഒരു ഗ്ലാസ്സിൽ വെള്ളം, ഒരു ഗ്ലാസ്സിൽ വെള്ളമില്ല, ഒരു ഗ്ലാസ്സിൽ വെള്ളം, അങ്ങനെ മാറ്റണം. ചിലപ്പോൾ കേട്ടവർക്ക് വേഗം പറയാം, എല്ലാവരും ഒന്ന് ആലോചിച്ചോട്ടോ. അപ്പോൾ എത്രയായി? അവിടെ കിട്ടിയ എന്ത് നല്ല കുട്ടികളാ, എത്ര വേഗം ഉത്തരം കിട്ടി. ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് ഇപ്പുറത്തെ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് ഇപ്പുറത്ത് വെക്കുക. ഒറ്റൊന്നേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഏത് ഗ്ലാസ്സിലത്തെ എടുക്കണം, ഏത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം?
മൂന്നെണ്ണത്തിന് വെള്ളമുണ്ട്. ആദ്യത്തെ 3 വെള്ളമുണ്ട്, അടുത്ത 3 വെള്ളമില്ല. ഇതിൽ ഒരു ഗ്ലാസ്സിലത്തെ വെള്ളം എടുക്കാം, അത് മോൻ സമ്മതിച്ചു. ഒരു ഗ്ലാസ്സിലെ വെള്ളം എടുക്കുക, വേറെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഏത് ഗ്ലാസ്സിലെ വെള്ളം എടുക്കണം, ഏത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം, പരീക്ഷണമാണ്, മാത്സിന്റെ പരീക്ഷണമാണ്. ആദ്യത്തെ 3 നമുക്ക് വേണ്ടത് 1 ഉണ്ടാവാൻ പാടില്ലേ? അപ്പൊ ഏത് എടുക്കേണ്ടി വരും? നടുക്കിലെ ഗ്ലാസ് ഏത് നടുക്കിലത്തെ വെള്ളം നിറച്ചതില് അപ്പൊ നടുക്കിലെ ഗ്ലാസ് എടുത്തിട്ട് അപ്പൊ ഏതാ നടുക്കിലെ ഗ്ലാസ് വെള്ളം നിറച്ചേലേ? ആദ്യത്തെ 3 നടുക്കിലെ ഗ്ലാസ് ഏതാ? ആദ്യത്തെ 3 നടുക്കിലെ ഗ്ലാസ് എന്ന് പറയുമ്പോ 2 ഇടയിലുള്ളത് രണ്ടാമത്തെ അതെടുത്തിട്ട് ഇവിടെ വെള്ളം നിറയ്ക്കാത്തത് 3 ഇവിടെ നിന്ന് രണ്ടാമത്തേലേക്ക് ഒഴിക്കണം. മതി. അപ്പൊ ഈ പരീക്ഷണം വിജയിച്ചു. ഈ പരീക്ഷണം എന്ത് ചെയ്തു? വിജയിച്ചു. രണ്ടാമത്തെ വെള്ളം എടുത്തു, അതാണ് അവിടുത്തെ നടുക്കിലെ. മൂന്നാമത്തെ നടുക്കിലെ എത്രയാണ്? 5. മോളെ പേരെന്താ? ദേവനിക. മോന്റെ പേരെന്താ? ഡേവിഡ്. അപ്പൊ ഡേവിഡ് ആദ്യത്തെ ആശയം പറഞ്ഞു. എന്തേ പറഞ്ഞേ? ഏതിലത്തെ 1 എടുത്ത് ഒഴിക്കണം എന്ന്. ഏതിലേക്ക് ഒഴിക്കണം എന്ന് ആരും പറഞ്ഞു? അപ്പൊ നിങ്ങളുടെ ഈ ടീം കൂടിയാൽ വമ്പൻ ടീമാവും, ഒരു രക്ഷയില്ല. ഇവരുടെ സ്കൂളിലെ എനർജി ക്ലബ് ഒക്കെ ഉണ്ടല്ലേ? നല്ല എനർജിയാണ് എല്ലാവർക്കും. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ എനർജി? എന്താണ് എനർജി സീക്രട്ട്? എന്താ പറയരുത്, അത് വേറൊരാള് പറഞ്ഞിട്ടുണ്ട്. വേറെന്താ പറയ്. ഞങ്ങളുടെ സ്കൂൾ തന്നെ പ്രവർത്തിക്കുന്നത് സോളാറിലാണ്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. സോളാർ പാനൽ. ശരി. പിന്നെ ഞങ്ങള് ഈ എനർജി ക്ലബിലൂടെ വെച്ച് നീട്ടുന്ന ആശയം ഊർജ സംരക്ഷണാണ്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഊർജം എങ്ങനെ സംരക്ഷിക്കാന്നുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തിരുന്നു. നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ? പാഠഭാഗത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഏത് ചാപ്റ്ററിലാ? ഏത് വിഷയത്തിലാ? മാത്സിലും ഉണ്ടല്ലേ? ശരി. വയനാട് നല്ല തണുപ്പാണോ ഇപ്പൊ? എങ്ങനെയാ? ചില്ലാണോ? ചില്ല്. എനിക്ക് ടൂർ വരാനൊക്കെ താല്പര്യമുണ്ട് കേട്ടോ. ഇനി കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടോ? എത്ര കമ്പ്യൂട്ടർ ഉണ്ട്? കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ടാവും. അപ്പൊ ടീച്ചർ എങ്ങനെയാണ് നിങ്ങളെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്? അതിനൊരു ബുക്ക് ഉണ്ട്. ബുക്ക് അതിന് പറയുന്നത് പ്ലേ ബോക്സ് ആണ്. പ്ലേ ബോക്സ് ഞങ്ങളുടെ കയ്യിൽ ഒരു പ്ലേ ബുക്ക് എന്ന് പറഞ്ഞ ബോക്സ് ഉണ്ട്. അതിൽ കുറെ ഞങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ കളിക്കാൻ പറ്റുന്ന കുറെ ഗെയിം ഉണ്ട്. എന്തൊക്കെ ഗെയിമാ? അതിലിപ്പോ ഒരു ഡെക്ക് ഉണ്ടാവും. ആ ഡെക്കിന് കുറെ മൃഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിന് പറ്റിയ കുറെ ഫുഡും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അതിന് ഇപ്പൊ ഡെക്കാണെങ്കിൽ അതിന് പറ്റിയ ഫുഡ് കൊടുക്കുക. അതേപോലെയുള്ള കുറച്ച് ആക്ടിവിറ്റികൾ അത് പുസ്തകത്തിലുണ്ടാവും, അത് തന്നെയായിരിക്കും ആ കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കോംപ്ലക്സ് പറഞ്ഞാൽ അതിൽ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ ഉണ്ടാവും. നല്ല ഗെയിമൊക്കെ ഉണ്ടല്ലേ? എല്ലാരും കളിക്കാറുണ്ടോ? ഞാൻ കളിക്കാറുണ്ട്. ഇഷ്ടമാണോ? ഓക്കെ 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 ഓക്കെ. പിന്നെ ടീച്ചേഴ്സിനോട് ഞങ്ങൾ ഇപ്പം IT എടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ പ്ലേ ബോക്സ്. ഇപ്പം ഞങ്ങൾക്ക് കുട്ടികളുടെ എണ്ണ കൂടുതലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ലാബിൻ്റെ ഒരു സജ്ജീകരണ കുറവുണ്ട്. ഇപ്പം ശരിക്കും നേരത്തെ ഒരു വലിയ ലാബായിരുന്നു. ഇപ്പം കുട്ടികളുടെ എണ്ണം കൂടിയപ്പം ആ ലാബ് 2 ക്ലാസ് മുറികളാക്കി മാറ്റി. അതിനുശേഷം ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകളിലേക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോകും. 5 കുട്ടികൾക്ക് ഒരു ലാപ്ടോപ്പ് എന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളത് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കും. അതിനുശേഷം കുട്ടികൾ മാറി മാറി ചെയ്യുകയാണ് ഇപ്പം ചെയ്യുന്നത്. IT പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലും ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് വളരെ പ്രാധാന്യമുള്ള പഞ്ചായത്താണല്ലോ അല്ലേ? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കാർബൺ ന്യൂട്രൽ ആദ്യം പ്രഖ്യാപിച്ച പഞ്ചായത്താണ്. അപ്പോൾ അവിടെ ഒരുപാട് പദ്ധതികൾ നടന്നു. നിങ്ങളുടെ സ്കൂളും ആ പ്രവർത്തനവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വല്ല ലിങ്ക് ഉണ്ടോ? എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതിന്റെ ആദ്യം പറഞ്ഞതാണ് മോളാദ്യം പറഞ്ഞത്. സോളാർ പവറാണ് സ്കൂളിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ അതിന്റെ കാര്യമാണ്. 2, എപ്പോഴും അവിടെയുള്ള ആളുകൾ ഒരു മോണിറ്ററിംഗ് ഉണ്ട്. പഞ്ചായത്തിൽ നിന്നൊരു മോണിറ്ററിംഗ് ഉണ്ട്. ഈ മോണിറ്ററിങ്ങിലൂടെ നമ്മുടെ സ്കൂളിൽ പ്ലാസ്റ്റിക് അതായത് ഡസ്റ്റ്ബിൻ ഇല്ലാത്ത സ്കൂളാണ്. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ആകെ 500 കുട്ടികൾ 1 തൊട്ട് 4 വരെയും പ്രീ പ്രൈമറിയിലായിട്ട് 10-700 കുട്ടികളുള്ളതാണ്. പക്ഷെ 90 സെന്റ് സ്ഥലമേ ഉള്ളൂ ഈ സ്കൂളിനാകെ. അപ്പോൾ അവിടെ വെച്ച് വേണം ഇത്രയും കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് വേസ്റ്റ് ഇല്ല. വേസ്റ്റ് അതാത് കുട്ടികൾ കൊണ്ടുപോയിക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് അവിടെ ഇടാം. ബാക്കി പ്ലാസ്റ്റിക്കോ പേപ്പറോ എന്ത് കിട്ടിയാലും അത് അതാത് കുട്ടികളുടെ ഉത്തരവാദിത്തമാണ് അത് കൊണ്ടുപോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ബിന്ന് ഞങ്ങളുടെ സ്കൂളുകളിൽ സീറോ വേസ്റ്റ് സ്കൂളാണ്. സോളാർ പാനൽ നിങ്ങളുടെ സ്കൂളിലേക്ക് തന്നെ എനർജി അത് മതി. അതിൻ്റെ ഓൺലൈൻ ഗ്രിഡിലാണ് കൊടുക്കുന്നത്. 400 രൂപ എന്ന് പറയുന്ന ആ ഒരു മിനിമം പൈസ അടച്ചാൽ മതി എല്ലായ്പ്പോഴും. പഞ്ചായത്ത് ആ പദ്ധതി തുടർച്ചയായി നടക്കുന്നുണ്ട്. എല്ലാ വർഷവും അത് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ആളുകളുണ്ട്. എപ്പോഴും വന്ന് അതിന് അത്തരത്തിലുള്ള എല്ലാ സ്കൂളുകളും പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും പഞ്ചായത്തിന്റെ നേരിട്ടുള്ള
ഒരു മോണിറ്ററിങ് നടക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഒന്ന് അവസാനം. ഒരു കാര്യം കൂടി ഉണ്ട്. ഈ കണ്ണാടി എന്താണ് മിറർ കോർണർ? കണ്ണാടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ശാസ്ത്രജ്ഞന്മാരുടെയും കവികളുടെയും ഒക്കെ ചരിത്രം എഴുതി വെച്ച ഒരു പേപ്പർ ഫ്രെയിം ചെയ്ത് ഓരോ ലാബിലുണ്ടാവും. എന്തിനാ അതങ്ങനെ വെക്കുന്നേ? നമ്മുടെ ബുക്കിലൊക്കെ എന്തെങ്കിലും കവിതയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അവരുടെ എഴുതിയ ആളുടെ ചിത്രം ഉണ്ടാവും അല്ലേ? അപ്പൊ അത് നമുക്ക് ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ നിൽക്കുകയും ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളുടെ സ്കൂളിൽ ശരിക്കും ഒരു കണ്ണാടി ഉണ്ടോ? നിങ്ങൾക്ക് ഇടയ്ക്ക് പോയിട്ട് മുഖറൊന്ന് പിന്നെ മുടിയൊക്കെ ഒന്ന് ചീന്താൻ? അതെ, വലിയ കണ്ണാടിയാ ചെറിയ കണ്ണാടിയാ? അത്യാവശ്യം വലുതാ. അത്യാവശ്യം വലുത്. നിങ്ങളെ ഫുള്ള് കാണോ? ആ ശരി, നിർത്താം. എന്നിട്ട് നിങ്ങൾ പോയി നിന്നിട്ട് റെഡി ആവും അല്ലേ? അപ്പൊ ഭാവിയില് നിങ്ങൾ നിങ്ങളുടെ മിറർ കോർണറിൽ വരില്ലേ? നിങ്ങളുടെ സ്കൂളിന്റെ മിറർ കോർണറിൽ വരേണ്ട ആൾക്കാരല്ലേ നിങ്ങള്? എങ്ങനെയൊക്കെ പഠിച്ച് വലിയ ആൾക്കാരാവണം അല്ലേ? അവിടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടോ സ്കൂളില്? ഇവിടെ നാടൻപാട്ടിന്റെ ഒരാളുണ്ട്, മിണ്ടാതിരിക്കണ്ട്. ഞാൻ പേര് പറയില്ല. അവനാണോ നാടൻപാട്ടിന്റെ ആള്? ആരാന്ന് വിചാരിച്ച്. കണ്ണെത്തുന്ന നേരത്തു എങ്ങാണെന്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളന്റെ അമ്മ മുന്നായി നെല്ലും പറിച്ചോണ്ടു വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്തു എന്നാണെന്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളന്റെ അമ്മ മുന്നായി നെല്ലും പറിച്ചോണ്ടു വന്നേ. തകതാര തകതാര ദിത്തേ താരാരാരോ, തകതാര താര താര ദിത്തേ താരാരാരോ, തകതകതാര തകതാര ദിത്തേ താരാരാരോ, തകതാര താര താര ദിത്തേ താരാരാരോ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഇത് നിങ്ങള് കലോത്സവത്തിലൊക്കെ പോയിട്ട് പങ്കെടുക്കും അല്ലേ? എല്ലാ മത്സരങ്ങളിലൊക്കെ പോയിട്ട് വിജയിച്ചു വരും അല്ലേ? അപ്പൊ ജീവിതത്തിലും നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ അല്ലേ? ഒരു കാര്യം പറയട്ടെ, അവിടെ എല്ലാവരും പടം വരയ്ക്കുന്ന കണ്ടു. പടം വരയ്ക്കുമ്പോൾ നമ്മൾ ചിത്രങ്ങൾ അല്ലേ, കളർ പെൻസിലൊക്കെ എടുക്കും അല്ലേ? ക്രയോൺ ബോക്സിൽ പല കളറുണ്ട് അല്ലേ? കുറേ കളറുകൾ ചേരുമ്പോഴാണ് നല്ലൊരു ചിത്രം വരിക അല്ലേ? അല്ലാതെ ഒരു ചിത്രം ഒരു കളർ കൊണ്ട് മാത്രം വരച്ചാൽ നല്ലൊരു ചിത്രമാവോ? റെഡ് മാത്രം വിചാരിച്ചാൽ നല്ലൊരു ചിത്രമാവോ? ഇല്ല. അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ പല കളറുകളാണ് ആ സ്കൂളിലെ, ആ നാടിൻ്റെ അല്ലേ? ശരിയാണ്, ആ നാടിൻ്റെ തന്നെ പല കളറുകളാണ് നിങ്ങൾ. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് നല്ല ഉയരങ്ങളിലേക്ക്, നല്ല ഒരു ടീമോടുകൂടെ നമ്മുടെ മറ്റ് സഹജീവികളെയും ഒക്കെ സഹായിച്ചും അവരോടുള്ള അനുകമ്പയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. സ്കൂളിന് എല്ലാവിധ ആശംസകളും അധ്യാപകർക്കും. പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളികളായി ഒരു നാടിന് മാതൃകയാകുന്ന വിദ്യാലയത്തിന്റെ നേരനുഭവങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഈ സ്നേഹ സംവാദത്തിനൊടുവിൽ GLPS മീനങ്ങാടിക്ക് ലഭിച്ച സ്കോർ എത്രയെന്ന് നമുക്ക് നോക്കാം. 84. വിദ്യാലയ മഹിമയുടെ വിജയ മാതൃകകൾ രേഖപ്പെടുത്താൻ അടുത്ത എപ്പിസോഡിൽ എത്തുന്ന കൂട്ടുകാർ ആരെന്ന് നോക്കാം. ഞങ്ങളുടെ എപ്പിസോഡ് എല്ലാരും കാണാം.